പ്രിയപ്പെട്ടവരെ, 2026 മാർച്ച് 1 രാവിലെ 10 മണി കഴിയുമ്പോൾ കിട്ടുന്ന യുദ്ധവും ആക്രമണവും സംബന്ധിക്കുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടിയ കാര്യങ്ങൾ മാത്രം ചേർന്ന ഒരു സ്പെഷ്യൽ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ദുബായ് വാർത്ത നൽകുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും 137 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAE കടന്നതെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. 209 ഡ്രോണുകളും ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ 209ഉം 137ഉം ആണ് ആക്രമണ സാധ്യതയുള്ള മിസൈലുകളും ഡ്രോണുകളുമായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും UAE സിസ്റ്റം പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ പതിക്കും എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ പതിച്ച വകയിൽ ഉണ്ടായിരിക്കുന്ന അപകടങ്ങളും മരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടായി വന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അബുദാബിയിൽ ഇന്നലെ ഒരാൾ മരണമടഞ്ഞു, ഒരു പാകിസ്ഥാൻ സ്വദേശി. പിന്നീട് അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ, ശബ്ദം നേരെ കേൾക്കുന്നുണ്ടോ, സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഏഷ്യൻ വംശജൻ കൂടി മരിച്ചു എന്ന റിപ്പോർട്ട് പിന്നീട് പാതിരാത്രി വരികയുണ്ടായി. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു, ചെറിയ ചെറിയ നാശനഷ്ടങ്ങളും മരണവാർത്തകളും കൂടി അതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദുബായിലും അബുദാബിയിലും ആണ് കൂടുതലായിട്ടത് കാണപ്പെട്ടത്. 2 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. NCMA എന്ന അതോറിറ്റി ഇവിടെ വളരെ കാര്യക്ഷമമായി എമർജൻസി പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ വേണ്ട അവയർനെസ് കൊടുക്കുകയും നിർദ്ദേശങ്ങൾ വ്യാപകമായി നൽകുകയുമാണ്. അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇപ്പൊ എയർ സ്പേസ് അടച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്നലെ ഉച്ചയ്ക്ക് വന്നപ്പോൾ വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി. വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒഴിവായപ്പോൾ അങ്ങനെയും സുരക്ഷയായി. പിന്നെ ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ടു. സ്കൂളുകൾക്ക് പോലും ഇനി 2-3 ദിവസം ബുധനാഴ്ച വരെ, അതായത് ഡിസ്റ്റന്റ് ലേണിംഗ് മതി. അധ്യാപകരും വരേണ്ടതില്ല, ജീവനക്കാർ വരേണ്ടതില്ല, വിദ്യാർത്ഥികൾ വരേണ്ടതില്ല, വീട്ടിലിരുന്ന് തന്നെ പഠിച്ചാൽ മതി എന്ന രൂപത്തിൽ ആനുകൂല്യം വിദ്യാഭ്യാസ വകുപ്പും കൊടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഔപചാരികമായ റിപ്പോർട്ട് അനുസരിച്ച് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ചെറിയ അനിഷ്ട സംഭവം ഉണ്ടാവുകയും ഇത്തരത്തിലൊരു അവശിഷ്ടം വന്ന് വീണപ്പോൾ 4 പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്ന രൂപത്തിലും റിപ്പോർട്ട് വരികയാണ്. അതുപോലെ ദുബായിൽ പ്രശസ്തമായ ബുർജ് അൽ അറബ്, അതിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു അവശിഷ്ടം വീഴുകയും ചെറിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. നിയന്ത്രണ വിധേയം ആക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പാം ജുമേരയിൽ ഫെയർമോണ്ട് ഹോട്ടലിനോട് ചേർന്നുണ്ടായ അപകടത്തെക്കുറിച്ച് ഇന്നലെയും ഞങ്ങൾ രാത്രി സൂചിപ്പിച്ചു. അതിൽ കുറച്ചു പേർക്ക് പരുക്ക് പറ്റുകയും അങ്ങനെയുള്ളവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പെട്ടെന്നാക്കുകയും ആ തീപിടുത്തം കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനം വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും റിപ്പോർട്ടായി വന്നിരിക്കുകയാണ്. വരുന്ന ഒരാഴ്ച ഈ റിക്രിയേഷണൽ ഫ്ലൈയിങ് ഉണ്ടല്ലോ, അതുപോലും വേണ്ട എന്ന് UAE ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആരും ഡ്രോണുകൾ പറത്തരുത്, ഗ്ലൈഡർ സംവിധാനത്തിലേക്ക് പോകരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരും അനുസരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാർച്ച് 1 വൈകുന്നേരം വരെയാണ് എമിറേറ്റ്സും ഫ്ലൈ ദുബായും എയർ അറേബ്യയും എത്തിഹാദും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ, ആ ഒരു യാത്രാ നിരോധനം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് ഇന്ന് ഉച്ചയോടെയോ ഉച്ച കഴിഞ്ഞിട്ടോ നമുക്ക് അറിയാൻ പറ്റും എന്ന് കരുതുകയാണ്. അതുപോലെ എയർപോർട്ടിൽ ട്രാൻസിറ്റിന് വേണ്ടി വന്നു കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരുപാട് യാത്രക്കാർ, ആയിരക്കണക്കിന് യാത്രക്കാർ UAE വിവിധ എയർപോർട്ടുകളിലുണ്ട്. വേറെ എങ്ങോട്ടും പോകാൻ പറ്റാതെ വരാൻ പറ്റാതെ ഒക്കെയുള്ള സംവിധാനത്തിലായിപ്പോയവർ. അവർക്ക് പല ആളുകളും അവരുടെ തന്നെ കമ്പനി വകയോ സ്വന്തം വകയിലോ വിസയൊക്കെ എടുത്തിവിടെ ഇറങ്ങുകയും ഹോട്ടലുകളിൽ താമസിക്കുകയുമാണ്. മറ്റുള്ളവർക്ക് എയർപോർട്ടിൽ തന്നെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള സംരക്ഷണം മുന്നോട്ടു പോവുകയാണ്. വിവിധ എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ക്രോഡീകരിച്ചുകൊണ്ടും ഇക്കാര്യത്തിൽ ഏകോപനം മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി മിനിസ്ട്രി ഓഫ് എക്കോണമി, അതിന്റെ മിനിസ്റ്റർ തന്നെ ഹിസ് എക്സലൻസി അബ്ദുള്ള ബിൻ തോക്ക് അൽ മർറി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആളുകൾ സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ വാരിക്കൂട്ടി സാധനങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു ആവശ്യവുമില്ല. UAE ഫുഡ് സെക്യൂരിറ്റി വിഷയത്തിൽ 100% ധന്യമാണ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ആവശ്യത്തിന് സാധനമുണ്ട്, എത്ര കാലത്തേക്ക് വേണമെങ്കിലും സാധനങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആശങ്ക വേണ്ട, ആരും പോയി വാരി കൂട്ടിക്കൊണ്ട് വെക്കേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാനിലേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ
പരമോന്നത മേധാവി ആയത്തുള്ള അലി ഖാമിനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്ന് വെളുപ്പാങ്കാലത്തോടുകൂടി ഔപചാരികമായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യത്തിൽ ഇസ്രയേലും അമേരിക്കയും പറഞ്ഞു ഏതാണ്ട് ഉറപ്പായി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മരിച്ചു എന്ന രൂപത്തിൽ റിപ്പോർട്ട് വന്നു. പക്ഷേ ഇറാൻ സമ്മതിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞത് അദ്ദേഹം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷേ ആ സുരക്ഷിത സ്ഥാനം എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ മരണം തന്നെയാണ് എന്ന രൂപത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ജനങ്ങൾ വിവരം അറിഞ്ഞിട്ട് വിലാപയാത്രകൾ ഒക്കെ അനുശോചന പരിപാടികളൊക്കെയായി ടെഹ്റാനിലെ റവല്യൂഷൻ സ്ക്വയറിലാണ് എന്ന റിപ്പോർട്ടുകളും ഇറാന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇന്നലെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് രാവിലെ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ മേധാവിയും മകളും കൊച്ചുമകനും അതുപോലെ മരുമകളും മരുമകനുമൊക്കെ കൊല്ലപ്പെട്ടത് എന്നാണ്. അതിന്റെ തിരിച്ചടി എന്ന വണ്ണം പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ പറഞ്ഞതായി അറിയിച്ചിരിക്കുന്നത് ഫെറോഷ്യസ് ആയിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിക്രൂരമായിരിക്കും ആ തിരിച്ചടി, ഒരു വീണ്ടും വിചാരമില്ലാത്ത തിരിച്ചടിയായിരിക്കും. എവിടെയൊക്കെ ബേസ് ഉണ്ടോ അവിടങ്ങളിലേക്കൊക്കെ അങ്ങനെ അടിക്കും എന്ന രൂപത്തിലാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടിയുടെ ഒരു ഭീഷണി പോലെ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ തിരിച്ചടിക്കാൻ വന്നാൽ അമേരിക്ക പറയുന്നത് മുമ്പ് ഒരിക്കലും കാണാത്ത വിധമുള്ള ഒരാക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുമെന്നും ഇറാനെ അത്തരത്തിൽ നശിപ്പിക്കുമെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി അറിയണം. സമീപ രാജ്യങ്ങൾ കുവൈറ്റിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ, സൗദിയിൽ ഒക്കെയുള്ള ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞത് അത് അങ്ങനെ തന്നെ തുടരുകയാണ്. കൂടുതലും ബഹ്റിനിൽ ഒരുപാട് ഘട്ടങ്ങൾക്ക് തീപിടുത്തം ഉണ്ടാവുകയും ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും മിസൈൽ പതുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഖത്തറിലും അതുപോലെ തന്നെയാണ്. കുവൈറ്റിൽ എയർപോർട്ടിൽ ഉണ്ടായ ആക്രമണം നമ്മൾ അറിഞ്ഞതാണ്. സൗദി അറേബ്യയിൽ റിയാദിലും അതുപോലെ ഈസ്റ്റേൺ പ്രൊവിൻസിലുമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവുകയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇന്ന് രാവിലെ ഒന്നും അത്തരത്തിൽ ആക്രമണമോ സ്ഫോടന ശബ്ദമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒമാനിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായി വിവരം കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി വളരെ അടിയന്തരമായിട്ടുള്ള യോഗമാണ് ഇന്നലെ പാതിരാത്രി, ഇവിടെ യു എ സമയം പാതിരാത്രി കഴിഞ്ഞിട്ട് യോഗം ചേർന്നിരിക്കുന്നത്. 10-15 രാജ്യങ്ങൾ ചേർന്ന് ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ്. അവരെന്തെങ്കിലും തീരുമാനമെടുത്ത് അമേരിക്കയുടെ മുന്നിലോ ഇസ്രായേലിന്റെ മുന്നിലോ വെക്കുമോ, വെച്ചാൽ തന്നെ അംഗീകരിക്കുമോ, ഇതൊക്കെ ലോകം നോക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും ആശങ്കപ്പെടാതെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാൻ NCMA എന്ന അതോറിറ്റി പറയുമ്പോൾ, മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ UAE പറയുമ്പോൾ നമ്മളതൊക്കെ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഇരിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ കഴിയുന്ന ആളുകളെന്ന രൂപത്തിൽ, ഉത്തരവാദിത്തപ്പെട്ടവരെന്ന രൂപത്തിൽ നമ്മൾ ഇരിക്കണം. അതുപോലെ ഔപചാരികമായി കിട്ടുന്ന വിവരങ്ങളല്ലാതെ മറ്റൊന്നും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒന്നും ഷെയർ ചെയ്യരുത് എന്ന രൂപത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല, സത്യാവസ്ഥ എന്താണെന്ന് ഔപചാരികമായി വിലയിരുത്തിയ ശേഷം ഗവൺമെന്റ് വൃത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള എല്ലാ സംവിധാനവുമുള്ള രാജ്യമാണിതെന്ന് ഓർമ്മിക്കണം. അപ്പോൾ തന്നെ ഒരല്പം വൈകിയാലും കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് വരും. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പല രാജ്യങ്ങളിലുണ്ട്. അവരൊക്കെ UAE ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ആലോചിച്ചുകൊണ്ട് സ്വാഭാവികമായ ആശങ്ക ഉണ്ടാവാം. എന്നാൽ നമ്മൾ റൂമറുകൾ പ്രചരിപ്പിക്കുന്നവരായി മാറരുതേ എന്ന അർത്ഥത്തിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറും NCMA എന്ന അതോറിറ്റിയും വളരെ വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊക്കെ അനുസരിക്കുന്ന ആളുകളായി മാറുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനത്തിന്റെ അന്തരീക്ഷം എത്രയും വേഗം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ഈ മാർച്ച് 1 രാവിലെയുള്ള ലൈവ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി.